Hi students, welcome back to the class. And today we are going to discuss other types of table. Okay, last video we one-way table discuss two-way table. When mutually related attributes of a phenomena are to be displayed, two-way tables are used. In other words, this table shows two types of characteristics. Two-way table it gives information about two interrelated characteristics of a particular phenomena. ഒരു വേരിയബിൾ നമ്മൾ എടുക്കണം, ആ വേരിയബിളിന്റെ ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു വേ ടേബിൾ നമ്മൾ ഉപയോഗിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ വൺ വേ ടേബിളിന്റെ അത് നമ്മൾ പറഞ്ഞു, ഇഫ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗീവൺ ഇൻ the last example are further divided into sex wise, then this would become a two-way table. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് വൺ വേ ടേബിളിൽ നമ്മൾ പറഞ്ഞ എന്താണ്, എംപ്ലോയീസിനെയാണ് പറഞ്ഞത്, നമ്പർ ഓഫ് എംപ്ലോയീസ് പറഞ്ഞു. അതായത് 0 to below 30 എത്ര എംപ്ലോയീസ് വരുന്നുണ്ട്, 30 to 40 എത്ര വരുന്നുണ്ട്, 40 to 50 എത്ര വരുന്നുണ്ട്, 50 to 60 എത്ര വരുന്നുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ആ ടേബിളിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. ഇനി നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ കൂടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ദ എംപ്ലോയീസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, അപ്പോൾ ജെൻഡർ വൈസും കൂടി ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ ടു വേ ടേബിൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പ്, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിക്കാം. അതായത് മെയിൽ എംപ്ലോയീസിന്റെ നമ്പർ എത്രയുണ്ട്, ഫീമെയിൽ എംപ്ലോയീസിന്റെ നമ്പർ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ടു വേ ടേബിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇൻഫോർമേഷൻ കിട്ടും, ബിലോ 30 ഏജ് ഗ്രൂപ്പിലുള്ള എത്ര മെയിൽ ഉണ്ട് എന്നറിയാൻ പറ്റും, എത്ര ഫീമെയിൽ ഉണ്ട് എന്നറിയാൻ പറ്റും. അതേമാതിരി 30 to 40 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിൽ എത്ര മെയിൽ എംപ്ലോയീസ് ഉണ്ട്, എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏജ് വൈസും സെക്സ് വൈസും നമുക്ക് എംപ്ലോയീസിനെ തിരിച്ചറിയാനായിട്ട് ഈ ടേബിൾ കൊണ്ട് പറ്റും. അങ്ങനെയുള്ള ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടു വേ ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്നതാണ് ത്രീ വേ ടേബിൾ. ഇറ്റ് ഡിസ്പ്ലേ ത്രീ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇപ്പൊ നേരത്തെ കണ്ടതിൽ എത്രയാണ്, നമ്മൾ രണ്ട് ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞത്, ഏജും കണ്ടു സെക്സും കണ്ടു. ഇനി പറയുന്നത് മൂന്ന് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇന്റർറിലേറ്റഡ് ആയിട്ട് ഒരു പരസ്പര ബന്ധമില്ലാത്തൊന്നും നമുക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ ടേബിൾ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ ത്രീ വേ ടേബിൾ ഫർണിഷസ് ഇൻഫോർമേഷൻ അബൌട്ട് ദർ ഇന്റർറിലേറ്റഡ് പ്രോബ്ലം. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആദ്യത്തെ ടേബിളിൽ നമ്മൾ ഏജ് വൈസ് ക്ലാസിഫൈ ചെയ്തു, ടു വേ ടേബിളിൽ ഏജ് പ്ലസ് സെക്സ് വൈസ് ക്ലാസിഫിക്കേഷൻ നടത്തി. ഇനി മൂന്നാമത്തേൽ നമുക്ക് എന്തും കൂടി ചെയ്യാം, അവരുടെ സ്കില്ലിന്റെ ബേസിൽ സ്കിൽഡ് ആണോ അൺസ്കിൽഡ് ആണോ എന്നുള്ളത് നോക്കാം, സ്കിൽഡ് എംപ്ലോയീസ് ആണോ അൺസ്കിൽഡ് എംപ്ലോയീസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് എത്രയുണ്ട്, മൂന്ന് വേരിയബിളിൽ നമുക്ക് മൂന്ന് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഒരു കോളത്തിൽ എന്തായിരിക്കും, നേരത്തെ പോലെ ഫസ്റ്റ് കോളം ഏജ് ഗ്രൂപ്പ് ആണ്, സെക്കൻഡ് കോളം നമ്മൾ മെയിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കോളാണ്. ആ കോളത്തിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും, എന്താണ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞിട്ട് സബ് ഡിവൈഡ് ചെയ്യും. അതേമാതിരി ഫീമെയിൽ ആണ് നെക്സ്റ്റ് കോളം വരുന്നത്, ഫീമെയിലിനെ നമ്മൾ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് എന്ന് പറയുന്നതിന് ക്ലാസിഫൈ ചെയ്യും. ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, പിള്ളേരെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ പോണെങ്കിൽ കുറെ ബാക്കിലോട്ട് ഡിലീറ്റ് ചെയ്യണം, വീണ്ടും റെക്കോർഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്നോടൊന്ന് സഹകരിച്ച് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ത്രീ വേ ടേബിളിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് നമ്മൾ ഏജ് പറഞ്ഞു, പിന്നെ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന സെക്സ് വൈസ് ഉള്ളതിനെ അതിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാണ്, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കുമ്പോൾ എങ്ങനെയുള്ള ഇൻഫോർമേഷൻ കിട്ടാം, അതായത് ബിലോ 30 ഏജിൽ വരുന്ന സ്കിൽഡ് ആയിട്ടുള്ള എത്ര മെയിൽ എംപ്ലോയീസ് ഉണ്ട്, അൺസ്കിൽഡ് ആയിട്ടുള്ള എത്ര മെയിൽ എംപ്ലോയീസിന് എന്ന് സെപ്പറേറ്റ് നമുക്ക് കിട്ടും. അതേമാതിരി ബിലോ 30 ഏജിൽ വരുന്ന സ്കിൽഡ് ആയിട്ടുള്ള എത്ര ഫീമെയിൽ ഉണ്ട് എംപ്ലോയീസിന്റെ, എത്ര അൺസ്കിൽഡ് ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഒരൊറ്റ ടേബിളിൽ നിന്ന് തന്നെ ഏജ് ഗ്രൂപ്പ് നമുക്ക് കിട്ടും,
മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കിട്ടും. ആ മെയിൽ ആൻഡ് ഫീമെയിൽ സ്കിൽഡ് ആണോ അൺസ്കിൽഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ 3-way ടേബിൾ എന്ന് പറയുന്നത്. ഇനി വൺ മോർ ടേബിൾ ഈസ് ദ manifold tables. അപ്പൊ എന്താണ്? When information about different mutually attributes or characteristics of a phenomena are to be displayed, manifold table is used. Such a table display information about various characteristics or attributes. Okay. ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് എന്താണ്? 3 ടൈപ്പാണ് നമ്മൾ കണ്ടത്. 3-way ടേബിൾ, അതായത് 3 ക്യാരക്ടറിസ്റ്റിക്സ് വരെ. ഇനി 3-ൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടേബിളിനെയാണ് നമ്മൾ manifold ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏജ് കൊടുത്തു, സെക്സ് കൊടുത്തു, ദെൻ സ്കിൽഡ് ആണോ, നേച്ചർ ഓഫ് ഓക്യുപ്പൈ, അതായത് സ്കിൽഡ് ആണോ അൺസ്കിൽഡ് ആണോ എന്ന് കൊടുത്തു. ഇനി അവരുടെ റിലീജിയനും കൂടി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? 4 വേരിയബിളായി. ഇനി അതേമാതിരി പ്രൊഫഷൻ കൊടുക്കാണ്. എന്താണ്? സെമി പ്രൊഫഷണൽ, ഹൈലി പ്രൊഫഷണൽ, ജൂനിയർ പ്രൊഫഷണൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഇനി അതിൻ്റെ അകത്ത് ഓരോന്ന് ആ ഒരു മ്യൂച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് manifold ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ടേബിൾ, ഏതൊക്കെ ടൈപ്പ് ടേബിൾ ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് 1-way ടേബിൾ എന്ന് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഒരു ടേബിൾ വരച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. കാരണം അത് കാണുമ്പോൾ തന്നെ ഇനി എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ആ ടേബിൾ കാണുമ്പോൾ തന്നെ ഒരു ആട്രിബ്യൂട്ട് വെച്ചിട്ട് ടേബിൾ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ ടേബിൾ ആണ്. അതായത് നമ്മളൊരു ടേബിൾ വെറുതെ അങ്ങോട്ട് വരച്ചാൽ പോരാ, 2 കോളവും 2 റോയും ഒക്കെ ആയിട്ട് ഒരു ടേബിൾ വരച്ചാൽ പോരാ. ഇപ്പൊ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഈ സെമ്മിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ടേബിൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടേബിളിന് എന്തൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി പിന്നീട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അയ്യോ മിസ് ടേബിൾ നമ്പർ ഇല്ല, ടേബിളിന് ഹെഡിങ് ഇല്ല, ടേബിളിന് എന്തൊക്കെ വേണം എന്നുള്ളതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് വീണ്ടും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു ടേബിളിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, ഒരു ടേബിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ടേബിൾ. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള ടേബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എങ്ങനെയാ? നമ്മുടെ പേര് കൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടേബിളിനും എന്തുണ്ടായിരിക്കണം? ഒരു ടൈറ്റില് ഉണ്ടായിരിക്കണം. അപ്പോൾ the title of the table is placed above the table. If there are more than one table in a research, each should bear a number for easy reference. Okay. അപ്പൊ ആദ്യമേ തന്നെ വേണ്ടത് എന്താണ്? ഓരോ ടേബിളിനും പേരുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേബിൾ നമ്മൾ പറഞ്ഞു 1-way ടേബിൾ എന്ന് പറഞ്ഞു. അല്ലാതെ എന്താണ്? നമ്പർ ഓഫ് എംപ്ലോയീസ്, ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ടേബിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടേബിളിന് ഒരു പേര് കൊടുക്കും, ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കും. ഇനി രണ്ടാമത്തെ ഏജും ജെൻഡർ വൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജെൻഡർ വൈസ് കൊടുക്കുകയാണെങ്കിൽ ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പൊ എന്താണ്? ഓരോ ടേബിളിനും അതെന്താണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള പേര് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളുടെ ഒരു ഡെസർട്ടേഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് ഒക്കെ ആണെന്നുള്ള ഒരു ടേബിൾ അല്ല, ഒരുപാട് ടേബിളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ടേബിൾ നമ്പറും കൂടി കൊടുക്കണം. അപ്പോൾ ടേബിൾ നമ്പർ എന്ന് പറയുന്നത് ടേബിൾ ഷുഡ് ഓൾവേസ് ബി എ നമ്പേർഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് പിന്നീട് കുറെ ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടേബിൾ നോക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടേബിൾ നമ്പർ 4 നോക്കുക എന്ന് പറയുമ്പോൾ ആ 4 എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ടേബിളിനും ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ടേബിൾ നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടേബിൾ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹെഡ് നോട്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഗീവൺ ബിലോ ദ ടൈറ്റിൽ ആൻഡ് എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഈസ് റിട്ടൺ ആസ് എ ഹെഡ് നോട്ട് സച്ച് ആസ് ഇൻ മില്യൺസ്. അപ്പോൾ ഹെഡ് നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോ
സ്ലൈഡിൽ കാണുന്നില്ല. പക്ഷെ ഓർത്തിരിക്കാം, ഹെഡ് നോട്ട് എന്ന് പറയുന്നത് പറഞ്ഞിട്ടായിരിക്കണം. അത് ഹെഡ് നോട്ട് എന്ന് പറയുന്നത് ടേബിളിന്റെ ഹെഡിങ്ങിന്റെ തൊട്ട് താഴെയാണ് ഹെഡ് നോട്ട് വരുന്നത്. അത് നമ്മളിപ്പോ ഫ്രീക്വൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഇൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കോളത്തിൽ എമൗണ്ട് ആണ് എഴുതുന്നതെങ്കിൽ എമൗണ്ട് എഴുതിയിട്ട് എമൗണ്ട് ഇൻ റുപ്പീസ്, ഇൻ ബില്യൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അത് ബ്രാക്കറ്റിലായിരിക്കണം എഴുതേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡ് നോട്ട് എന്ന് പറഞ്ഞത്. അതായത് ടേബിൾ നമ്മളിങ്ങനെ കൊടുത്തു, ടേബിളിന്റെ ഹെഡിങ് സപ്പോസ് എന്താണ്, ടേബിൾ ഷോയിങ് എംപ്ലോയീസ്, നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ ഓർഗനൈസേഷൻ. അപ്പൊ അത് കൊടുത്തു, അതാണ് ടേബിളിന്റെ ഹെഡിങ്. അതിന്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതും, ബ്രാക്കറ്റിൽ എഴുതണം ഇൻ നമ്പേഴ്സ്. അപ്പൊ എംപ്ലോയീസിന്റെ ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്പർ ആയിട്ടാണ്. 10, 20, 30 എന്നൊക്കെ ആയിരിക്കും ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ഇൻ നമ്പേഴ്സ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യാപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ക്യാപ്ഷൻ there are കോളംസ് ഉണ്ടാവും. അതായത് ഒരു ടേബിളിൽ ഒരുപാട് കോളംസ് ഉണ്ടാവും, ഒന്നോ അതിലധികം ഒക്കെ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് നമുക്ക് കോളംസിന്റെ എണ്ണം ഉണ്ടാവും. അപ്പൊ ആ കോളത്തിനൊരു ഹെഡിങ് ഉണ്ടാവും. മൊത്തം ടേബിളിനൊരു ഹെഡിങ് ഉണ്ടാവും, അതിന് താഴെ ഒരു കോളത്തിന് നമ്മൾ ഹെഡിങ് കൊടുക്കും. അതായത് ആ കോളത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ആ കോളം ഹെഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപ്ഷൻ. അത് ഓർത്തിരിക്കാം, കോളം ഹെഡിങ് ഈസ് നോൺ ആസ് ക്യാപ്ഷൻ. കോളത്തിന്റെ ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിൽ തന്നെ പറയാം. നമ്മൾ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പൊ ഏജ് എന്ന് പറഞ്ഞത് ഒരു കോളമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്പർ ഓഫ് എംപ്ലോയീസ് അനദർ കോളമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ കോളത്തിന്റെ ഏജിന്റെ കോളത്തിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കും, ഏജ് ഓഫ് ദ എംപ്ലോയീസ്. അതേമാതിരി നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് പിന്നത്തെ കോളത്തിൽ കാണിച്ചെന്ന് പറയാൻ, ആ കോളത്തിന് ഒരു ഹെഡിങ് കൊടുക്കും, എന്ത്, നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പോ അതിനെയാണ്, കോളത്തിന്റെ ഹെഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റബ്. സ്റ്റബ് എന്തായിരിക്കും, റോ ഹെഡിങ്ങിനെയാണ് നമ്മൾ സ്റ്റബ് എന്ന് പറയുന്നത്. റോക്ക് ഒരു ഹെഡിങ് ഉണ്ടാവും, ആ റോയുടെ ഹെഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റബ് എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബോഡി ഓഫ് ദ ടേബിൾ. ബോഡി ഓഫ് ദ ടേബിൾ എന്താണ്, ആ ടേബിളിന്റെ അകത്ത് പല കോളത്തിലും റോയിലും നമ്മൾ എന്ത് ഇൻഫോർമേഷൻ ആണോ പ്രസന്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ടേബിൾ. ദിസ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് ദ ഇൻഫോർമേഷൻ നീഡഡ് ഫോർ റിസർച്ച് വർക്ക്. ഹെഡിങ് അതിനുള്ളതൊന്നും അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്, ആ ഹെഡിങ്, ആ കോളത്തിനും ഹെഡിങ്ങിന്റെയും സ്റ്റബിന്റെയും ക്യാപ്ഷന്റെയും ഒക്കെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ന്യൂമറിക്കൽ ഇൻഫോർമേഷൻസ് ഉണ്ട്. ആ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് റിസർച്ച് വർക്കിന് ആവശ്യം വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോഡി അല്ലെങ്കിൽ മെയിൻ ഡേറ്റ ഈസ് കോൾഡ് ബോഡി ഓഫ് ദ ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫുട് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ട് എന്നും പറയും. This is placed below the table to convey the expansion of abbreviation to caption, stub or main body. അപ്പൊ ഫുട് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ടിൽ നമ്മൾ കൊടുക്കുന്നത്, ഈ ടേബിളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചില അബ്രീവിയേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ക്യാപ്ഷൻസ് ഒക്കെ അബ്രീവിയേഷൻസ് ആയിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, എൻഡ് നോട്ട് അല്ലെങ്കിൽ ഫുട് നോട്ടില് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സോഴ്സ് നോട്ട്. It refers to the source from where information has been taken. It is useful to the reader to check figures and gather additional information. അപ്പോൾ സോഴ്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മെയിൻ ബോഡി ഓഫ് ദ ടേബിൾ. അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷന്റെ സോഴ്സ് എന്താണ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നായിരിക്കും അത് എടുത്തിരിക്കുന്നത്. അപ്പൊ സോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക്, റീഡർക്ക് ഇതിന്റെ അഡീഷണൽ ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യാൻ പറ്റും, ഇതിന്റെ കറക്റ്റ്നെസ് ഒക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ഷന് കൂടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സോഴ്സ് നോട്ടിൽ എന്ത് കൊടുക്കും, പ്രൈമറി സോഴ്സ് എന്ന് കൊടുക്കും. അതായത് പ്രൈമറി ഫീൽഡിൽ പോയി നമ്മൾ സാമ്പിളിന്റെ അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയാണ്. അപ്പൊ നമ്മൾ സോഴ്സ് നോട്ടിൽ എന്ത് കൊടുക്കും, പ്രൈമറി സോഴ്സ് കൊടുക്കും. അതർവൈസ് വേറെ എവിടെ നിന്നെങ്കിലും എടുത്തേന്നുണ്ടെങ്കിൽ അതിന്റെ എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് അത് നമ്മൾ എഴുതും അവിടെ. ഓക്കെ, then these are the മെയിൻ പാർട്സ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുക. ടേബിളിൽ എന്തൊക്കെ പാർട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ടേബിള് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് സിമ്പിൾ ആയിരിക്കണം, കോമ്പാക്റ്റ് ആയിരിക്കണം. വലിയൊരു ടേബിൾ ഒന്നും ആയിരിക്കരുത്, കോമ്പാക്റ്റ് ആയിരിക്കണം. ക്യാപ്ഷൻസും സ്റ്റെപ്സും ഒക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.
പിന്നെന്താണ്, ഫിഗേഴ്സ് എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്ത് പരമാവധി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡിറ്റോ മാർക്ക് ഒന്നും ഉപയോഗിക്കുന്നത് ഒരേപോലത്തെ വരാണെങ്കിൽ പിന്നെ ഡിറ്റോ മാർക്ക്